ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയുക 7ഉം 8ഉം ശ്ലോകങ്ങളാണ് ദൈവദശകത്തിന്റെ ഇന്ന് പാരായണം ചെയ്ത് അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു വിശകലനം ചെയ്യാൻ നോക്കും. നമ്മൾ 7ാമത്തെ വരി എന്താണെന്നുള്ളത് നമുക്ക് തിരികെ. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർത്തില്ല. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. ദൈവമേ, നീ സത്യമാണ്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാല അബാധിത്വവും കാര്യകാരണ അന്യത്വമില്ലാത്തതും അല്ലെങ്കിൽ അനന്യത്വമുള്ള ഇതെന്തോ അതിനെ ദൈവം അഥവാ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. ജ്ഞാനമാണ്, ആനന്ദമാണ്. അത് സത്യചിത്ത ആനന്ദത്തിനെയാണ് നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ചില സ്ഥലത്ത് സത്യം ജ്ഞാനം അനന്തം എന്നും കൂടി എടുക്കുന്നു. ബ്രഹ്മം ആനന്ദം മാത്രമല്ല, ഇൻഫൈനൈറ്റ് ആണ്, അനന്തവും കൂടിയാണ്. വർത്തമാന കാലവും ഭൂതകാലവും ഭാവി കാലവും നീ തന്നെയാണ്. അതായത് 3 കാലങ്ങളിലും മാറുമല്ലോ, സെയിം ഇതാണ്. അത് ദൈവം അല്ലെ ബ്രഹ്മം സച്ചിദാനന്ദമാണ്. ഭൂതകാലത്തിലും ഭാവി കാലത്തിലും വർത്തമാന കാലത്തിലും അത് തന്നെയാണ്. ലോകാനുഭവങ്ങളൊക്കെ ആശ്രമമായി നിൽക്കുന്ന ശബ്ദവും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെയാണ്. മൊഴിയും ഓർക്കിൽ തന്നെ. അതാണ് ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കിൽ നീ. അതായത് ഈവൻ ശബ്ദം, ഈ ശബ്ദത്തെ കുറിച്ച് പറയുമ്പോ വാക്ക്, അതിനെ കുറിച്ച് പറയുമ്പോൾ വാക്കിരി വാക്യം, മധ്യമം, പശ്യന്തി, പര എന്നുള്ള ഒരു 4 സ്റ്റേജ് ശബ്ദത്തെ കുറിച്ച് നിർവചനം പൊതുവെ വേദാന്ത കൃതികളിൽ കാണാം. അതിലെ എന്താ പറയാ, വാക്കിരി വാക്യം, മധ്യമം, പശ്യന്തി വെച്ചിട്ടാണ് ക്ലൗഡ് ലെവി സ്ട്രോസ് സ്ട്രക്ചറലിസം ഉണ്ടാക്കിയത്. അപ്പോ ഈ ശബ്ദം എന്നുള്ള ഒരു വാക്ക് ഒരു ഈ പ്രമാണ വിചാര തലത്തിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേദങ്ങൾ അല്ലെങ്കിൽ എക്സ്പെർട്ട് ടെസ്റ്റിമണിയ ശബ്ദം എന്ന് പറയും. അപ്പോ ഈ നമ്മൾ ശബ്ദം പൊതുവെ ഈ ജഗത്തിനെ ആകമാനം അത് എന്താ പറയാ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സൗണ്ട് എന്നുള്ള ലൈനിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്നത് എപ്പോഴും ജ്ഞാനം. ഇപ്പൊ ഇവിടെ ഇപ്പൊ ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് സയൻസ് ആണ്, അല്ലെങ്കിൽ നെസ്സിയൻസ് അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയും. ജ്ഞാനം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മജ്ഞാനത്തെയാണ്. അതായത് ചിത്ത് അഥവാ ശുദ്ധമായ ബോധം എന്നാണ്. അപ്പോ ഇതാണ് ഈ വേഴ്സ് നമ്പർ 7ന്റെ ഏകദേശം ഇതാണ്. അപ്പോ ഇതിലെ ഒരു കാലത്തിനെ കുറിച്ചും ഇവിടെ ഒരു പ്രതിപാദനമുണ്ട്. കാലം ഒരു മാനസിക സങ്കല്പമാണ്. അതായത് സത്തയ്ക്കുള്ളിലാണ്, അതായത് സത്തയ്ക്ക് അതീതമായിട്ടല്ല കാലം ഇരിക്കുന്നത്. അപ്പോ കാലം സത്തയ്ക്കുള്ളിലാണ്, ബീയിങ്ങിന്റെ ഉള്ളിലാണ് ടൈം ഇരിക്കുന്നത്. ഇപ്പൊ മാർട്ടിൻ ഹൈഡഗർ എന്നുള്ള ഒരു ഫിലോസഫർ ബീയിങ് ആൻഡ് ടൈം, അപ്പോ ടൈം ആൻഡ് ബീയിങ് ആർ ഡിഫറെന്റ്, ടൈം ഈസ് വിത്തിൻ ദ ബീയിങ്, ബീയിങ് ഈസ് വിത്തിൻ ദ ടൈം. ഇങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ വ്യൂ പോയിന്റ് പലതരം ദാർശനികത അവിടെ എമർജ് ചെയ്ത് വരും. നമുക്ക് 8ാമത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. അതായത് ഈ ബ്രഹ്മം എന്നുള്ള സാധനം നമ്മുടെ ഉള്ളിലും, നമ്മളിൽ ബ്രഹ്മമുണ്ട്, ബ്രഹ്മത്തിലാണ് നമ്മൾ. അപ്പോ ഈ നമ്മൾ ഇമ്മാനന്റും ആണ്, ട്രാൻസെൻഡന്റും ആണ്. അപ്പോ അതാണ്, അതായത് സകലതും ബ്രഹ്മമാണെന്നാണ് വിചാരിക്കുന്നത്. അതായത് ബ്രഹ്മത്തിന്റെ സ്ഥൂലതലത്തിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റർ എന്നും അതിന്റെ സൂക്ഷ്മതലത്തിൽ അതിനെ ആത്മാവെന്നും നമുക്ക് വിളിക്കാം. ഇവിടെ ഈ കാണുന്ന, അതായത് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സകല ചരാചരങ്ങളും അതായത് മൂവ് ചെയ്യുന്നതും മൂവ് ചെയ്യാത്തതും ജീവനുള്ളതും അജീവമായ കാര്യങ്ങളും എല്ലാം കോൺഷ്യസ്നെസ് അഥവാ ബോധത്തിന്റെ പ്രകടിത തലങ്ങളാണ് എന്നാണ് ഇതിൽ ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയായ നിങ്ങൾ, അതായത് എല്ലായിടത്തും ഉള്ളത് തന്നെ നിങ്ങളെ സാഷ്ടാംഗം അതായത് വെച്ചാല് നമിക്കുന്നു എന്നാണ് 8ാമത്തെ ഇതില് ഇത് ചെയ്യുന്നത്. അപ്പോ ഈ ബ്രഹ്മത്തെ നയിക്കുക മാത്രമല്ല, നമ്മൾ ഇപ്പോ പാട്ടുകാരൻ നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ പാട്ടായി തീരണം. അതേമാതിരി തന്നെ നിങ്ങൾക്ക് നല്ലൊരു C++ പ്രോഗ്രാമർ ആണെങ്കിൽ നിങ്ങൾ C++ലോട്ട് ലയിക്കണം. അതായത് ഈ പഠനങ്ങളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത പഠനങ്ങൾ വളരെ സർഫസ് ലെവലിലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി അറിയണമെങ്കിൽ നിങ്ങൾ അതായി തീരാൻ ശ്രമിക്കണം. ഇപ്പൊ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ബ്രഹ്മമായി ഭവിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള 3 യോഗങ്ങളാണ് കർമ്മം, ജ്ഞാനം, ഭക്തി. അപ്പോ ഇത് വേറിട്ടുള്ള 3 കാര്യങ്ങളല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ജ്ഞാനമില്ലാതെ ഭക്തി ഉണ്ടാവില്ല, ഭക്തി ഉണ്ടായാൽ കർമ്മം സാത്വികമായിരിക്കും, അല്ലെങ്കിൽ തമാസിക കർമ്മം ചെയ്യേണ്ടി വരും. അപ്പോ ഈ അകത്തും പുറത്തും നിൽക്കുന്ന ദൈവത്തിന് മുന്നിൽ ഞങ്ങൾ
എന്താ പറയാ പ്രോസ്ട്രേറ്റ് അല്ലെങ്കിൽ പ്രണാമം ചെയ്യുന്നു എന്നാണ് ഇതിന്റെ ഈ 7 8ന്റെയും അർത്ഥം. അപ്പൊ ഞാൻ വായിക്കാം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. ഇതാണ് 7 8 ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോൾ ഇനി ഒരു എപ്പിസോഡിൽ 9 10 കൂടി കഴിയുമ്പോൾ ഈ പാരായണം പര്യവസാനിക്കുന്നതായിരിക്കും. ഇപ്പോ 7 8 ശ്ലോകത്തിന്റെ പാരായണവും അതിന്റെ അർത്ഥനിർവചനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അവിടെ കീഴെ ചേർക്കുക. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.